നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇലക്ഷന് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ഒരു ഗൂഗ്ലി, ക്രിക്കറ്റിൻ്റെ ഇത് പറഞ്ഞ ഒരു ഗൂഗ്ലി എന്ന് പറയേണ്ടി വരും. പെട്ടെന്ന് ആറോ അല്ല 8 വർഷത്തിന് ശേഷം പെട്ടെന്ന് സുപ്രീം കോടതി ഉണർന്ന് ശബരിമല ഇഷ്യൂവിനെ കുറിച്ചുള്ള റിവ്യൂ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക്, ഭരണഘടനാ ബെഞ്ച് ഇതാ പരിഗണിക്കാൻ പോകുന്നു. അതിൻ്റെ ടൈം ടേബിളും ഇന്നലെ അനൗൺസ് ചെയ്തു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ശ്രീ മാധവൻകുട്ടി? താങ്കൾ സുപ്രീം കോടതിയുടെ പല ജഡ്ജ്മെൻറ്റ്, ഇന്നലെ വേറൊരു ജഡ്ജ്മെൻറ്റ് വന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ അസാം ചീഫ് മിനിസ്റ്ററിൻ്റെ ഇതിൻ്റെ ആ വെടിവെക്കുന്ന മുസ്ലിം വേഷധാരിയെ വെടിവെക്കുന്ന ആ വീഡിയോക്ക് എതിരെ CPM കൊടുത്ത ഹർജിയിലാണ് അവർ പറയുന്നത്, പൊളിറ്റിക്സ് ഞങ്ങളോട് കളിക്കണ്ട, നിങ്ങൾ ഗുവാഹട്ടി ഹൈക്കോർട്ടിൽ പോയി ഇതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞു. അതേ കോടതിയാണ് ഇതാ കേരളത്തിലെ അവരോ പറയുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന്. ഈ പെട്ടെന്നുള്ള ഒരു റോസ്റ്റർ പ്രഖ്യാപനം താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് ഒരു ഈ ഇഷ്യൂ കേരളത്തെ സംബന്ധിച്ചോളം, കേരള ഇലക്ഷനെ സംബന്ധിച്ചോളം, അസംബ്ലി ഇലക്ഷനെ സംബന്ധിച്ചോളം രാഷ്ട്രീയപരമായി വളരെ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഡൽഹിയിൽ നിന്നും ഇതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ഈ ഇഷ്യൂവുമായി സുപ്രീം കോടതി പോയത് മലയാളി അല്ലാത്ത ഒരു സ്ത്രീയാണ്. അവർക്ക് അയ്യപ്പനെ പറ്റിയോ അങ്ങനെയുള്ള യാതൊരു ധാരണയും പ്രത്യേകിച്ചുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ സെക്യുലർ സൊസൈറ്റി എന്ന്, അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ മുകളിൽ ഏറ്റുകെട്ടി വെച്ച ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് ആദ്യമേ തോന്നിയത്. ഇത് സുപ്രീം കോടതി ഇന്ന് ഇലക്ഷന് മുമ്പ് ഏറ്റെടുത്ത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതൊരു രാഷ്ട്രീയപരമായ, ഇതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ടോ? അത് സുപ്രീം കോടതി രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്, പക്ഷേ ആരുടെ രാഷ്ട്രീയമാണ് ഇതിന്റെ പുറകിൽ കാണുന്നത്? ഇതിലിപ്പോ താങ്കൾ പറഞ്ഞതുപോലെ ഇതിന്റെ ടൈമിങ്, ഇതിന്റെ സമയം വളരെ വളരെ അർത്ഥഗർഭമാണ്. കാരണം 8-9 വർഷമായി അട്ടത്ത് വച്ചിരുന്ന, ഇപ്പോ 1918 ആദ്യത്തെ ശബരിമല വിധി വരുന്നതിൽ അതിന്റെ ആ ബെഞ്ചിൽ ഉൾപ്പെട്ട ഏക സൂര്യകാന്ത് മാത്രമാണ് അതിലെ ഒരു ജഡ്ജ്. ബാക്കിയുള്ള ജഡ്ജിമാരെല്ലാം റിട്ടയർ ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇത് റോസ്റ്ററിൽ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് വളരെ വളരെ സംശയാസ്പദമാണ്. കാരണം ഇതിന്റെ ഏക ഗുണഭോക്താവ് ഈ ഘട്ടത്തിൽ തീർച്ചയായും CPIM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ ഗുണഭോക്താവല്ലെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം. കാരണം അവരെയാണ് ഈ പെട്ടെന്നുള്ള ഈ റിട്ടും റിട്ട് പെറ്റീഷനും റിവ്യൂ പെറ്റീഷനും എല്ലാം ഉടനെ കേൾക്കാനുള്ള തീരുമാനത്തിന്റെ ഗുണഭോക്താവ് എന്തായാലും ഇടതുപക്ഷമോ CPMോ അല്ല. പിന്നീട് സുപ്രീം കോടതിയുടെ റോസ്റ്റർ കൈകാര്യം ചെയ്യാൻ ഇന്ന് കോൺഗ്രസിനോ ഇന്ത്യ ബ്ലോക്കിലെയോ UDFിലെയോ അവർക്ക് സാധ്യവുമല്ല. അപ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന ഏക നിഗമനം, മറ്റു നിരവധി സുപ്രധാന കേസുകൾ ഇപ്പോഴും, അതിലും മുൻപ് 7-8 വർഷം തന്നെ പഴക്കമുള്ള അതിനപ്പുറമുള്ള കേസുകൾ, വളരെ നിർണായകമായ കാശ്മീരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിരവധി ഹേബിയസ് കോർപ്പസിനെ സംബന്ധിച്ചുള്ള നിരവധി കേസുകൾ എല്ലാം പരിഗണിക്കാനിരിക്കെ പെട്ടെന്ന് ഈ കേസ്, ഇത് കേരളത്തിന് മാത്രം ഉദ്ദേശിച്ചുള്ള ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് ആദ്യമായി ശബരിമലയിലെ യുവതീ പ്രവേശനവും മദ്രസകളും സ്ത്രീകളുടെ പള്ളിപ്രവേശനവും ചേലാകർമ്മവും ഇതിങ്ങനെ നിരവധി മതപരമായ വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇന്ത്യയുടെ മതനിരപേക്ഷ ശരീരത്തെ ആകെ ബാധിക്കാവുന്ന നിരവധി വിധി പ്രസ്താവങ്ങളിലേക്ക് നയിക്കാവുന്ന
വളരെ സ്ഫോടനാത്മകമായ ഒരു കേസായി ഇത് മാറിയിരിക്കുകയാണ്. വെറും ശബരിമലയുടെ മാത്രമല്ല, താങ്കൾ അതിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, അതിൽ പരിഗണനയ്ക്ക് കൊണ്ടുവരുന്ന 7 കാര്യങ്ങൾ, ഇവയെല്ലാം വളരെ വളരെ ഇന്ത്യയുടെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും മതനിരപേക്ഷ സത്വത്തിനും വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ശബരിമല സ്ത്രീ പ്രവേശം എന്ന ഈ ജാലകം തുറക്കുന്നത് സുപ്രീം കോടതി. അപ്പൊ ഇതിന് പുറകിൽ നിശ്ചയമായും ഹിന്ദു വോട്ടുകൾ കേരളത്തിൽ ഏകീകരിക്കാനുള്ള ശ്രമം എന്നതിനപ്പുറം ഇപ്പൊ ബംഗാളിലും ഒരു മുസ്ലിം പ്രശ്നം റിയലാണ്. അവിടെ തെരഞ്ഞെടുപ്പുകൾ നിർണ്ണയിക്കാൻ പോകുന്നത് ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിൽ കൂടി തന്നെയാണെന്ന് RSS BJP നേതൃത്വത്തിന് അറിയാം. അപ്പോൾ അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ ഇത് വായിക്കണം. ബംഗാൾ കേരള തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ വേണം ഈ തീരുമാനത്തെ നമുക്ക് വായിക്കാൻ. അതുകൊണ്ട് ആസാമിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആസാമിൽ, അതെ, മൂന്ന് സംസ്ഥാനങ്ങളിലെയും മുസ്ലിം 3 കോടിയിലെ 1 കോടി മുസ്ലിങ്ങളുള്ള സംസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഞാൻ മറന്നുപോയതാണ് അത് പറയാനായിട്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം, കാരണം ഇതേ സുപ്രീം കോടതിയാണ് താങ്കൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആസാം മുഖ്യമന്ത്രിയുടെ ആർക്കും കേട്ടാൽ തിരിച്ചറിയുന്ന വിധം ദേശദ്രോഹപരമായ ഒരു പ്രസ്താവനയുടെ പരിഗണിക്കാൻ വിസമ്മതിച്ചത്. അതിനെ പറ്റിയുള്ള പരാതി തിരിച്ച് ഹൈക്കോടതിയിൽ അയച്ച അതേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഇത് ചെയ്യുന്നതെന്നും താങ്കൾ ഓർക്കണം. അപ്പൊ ഇതിനകത്തുള്ള ആസാം, ബംഗാൾ, കേരള തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ട് എക്സിക്യൂട്ടീവിന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണോ ഇന്ത്യയിലെ നീതിന്യായ കോടതി, പരമോന്നത കോടതി പ്രവർത്തിക്കുന്നത് എന്ന സംശയം വർദ്ധിപ്പിക്കുന്ന ഒരു ഔട്ട് ഓഫ് ടേൺ എന്ന് നിങ്ങൾക്ക് പറയാവുന്ന ഈ കേസിന്റെ പരിഗണന. അതാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന. സോഷ്യൽ മീഡിയയിലെ പല മലയാളികളും പാർട്ടിക്കാരല്ലാത്തവർ പോലും ഹിന്ദു പേരുള്ളവർ പോലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇതിന്റെ രാഷ്ട്രീയമായ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷം തന്നെയല്ലേ? കാര്യം എന്ന് വെച്ചാൽ അവർ നേരത്തെ എടുത്ത ആ സ്റ്റാൻഡ് യുവതികൾ പ്രവേശിക്കണം എന്നുള്ളത് അവർ തന്നെ മയപ്പെടുത്തി. ഇനി ഒഫീഷ്യലി അവർക്ക് എഴുതി കൊടുക്കേണ്ടി വരും, ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന്. ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇടതുപക്ഷത്തിനല്ലേ ഏറ്റവും വലിയ രാഷ്ട്രീയമായ അടി കിട്ടാൻ പോകുന്നത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ചെറിയാൻ പറഞ്ഞത് മുഖവില് അത് ആദ്യത്തെ പ്രഥമ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുക CPM വലിയ ധർമ്മസങ്കടം ഉണ്ടാവുമെന്നാണ്. പക്ഷെ താങ്കൾ CPM കേരളത്തിലെ പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാരിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണ CPM നേതൃത്വത്തിന്റെ നിലപാടുകൾ ശ്രദ്ധിക്കുന്നവർക്ക് ഇത് വലിയ ധർമ്മസങ്കടത്തിന്റെ കാര്യമായി മനസ്സിലാക്കേണ്ടതില്ല. കാരണം ഈ വിധിന്യായത്തോട് ആദ്യമുണ്ടായിരുന്ന CPM രാഷ്ട്രീയ പ്രതികരണം അതിൽ വെള്ളം ചേർത്ത് ഇന്ന് BJPയുടെയും CPMന്റെയും നയങ്ങൾ ഈ കാര്യത്തിൽ വ്യത്യസ്തമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള വിധത്തിൽ ആ നിലപാടിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു CPM. താങ്കളുടെ പൊതുവെയുള്ള ഹിന്ദു വോട്ടിന്റെ ഏകീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM അതിന്റെ നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്ന ഒരു കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഇത് വലിയ ധർമ്മസങ്കടത്തിന് വഴിയില്ല. കാരണം അയ്യപ്പ സംഗമം, അതിനെ തുടർന്ന് NSSന്റെയും SNDPയുടെയും സൗഹൃദം, ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം പിന്നീട് ഈ പാർട്ടി തന്നെ കണ്ടെത്തിയ ഗൃഹ സന്ദർശനത്തിലൂടെ കണ്ടെത്തിയ അയ്യപ്പ സ്ത്രീ പ്രവേശനത്തിൽ അവരെടുത്ത ആദ്യത്തെ നിലപാടിനോടുള്ള അവരുടെ വോട്ടർമാരുടെ ഇടയ്ക്കുള്ള വിപ്രതിപത്തി, ഇതെല്ലാം കൂടി നിങ്ങൾ കണക്കാക്കുമ്പോൾ CPM അതിവേഗം അതിന്റെ ഈ ആദ്യ നിലപാടുകളിൽ നിന്ന് മാറി സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു പുതിയ സത്യവാങ്മൂലം നൽകും എന്നാണ് എന്റെ ഇത് പറയുന്നത്. കാരണം അവർക്ക് ഈ പറയുന്ന താങ്കൾ പറയുന്ന ഒരു സൈദ്ധാന്തിക പ്രശ്നം ഉണ്ടാവാൻ
വ്യക്തമാണ് വളരെ. പക്ഷെ ഇത് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് സർ. അൾട്ടിമേറ്റ്ലി BJP ഇതിനെ പറ്റി നോക്കുന്നത് ഇതൊരു ഹിന്ദു കൺസോൾട്ടേഷൻ വരുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്റെ പുറകിലുണ്ട്. അതായത് ഈ കാര്യത്തിൽ സുകുമാരൻ നായരും NSSഉം SNDPയും ബാക്കിയുള്ളവരും ഒക്കെ ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. കോൺഗ്രസ് ഇതിനെ തടയിടണമെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ. കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞ് ഞങ്ങൾ വിശ്വാസികൾ ഒപ്പമാണ്. അപ്പോൾ ഈ ഹിന്ദു കൺസൾട്ടേഷൻ എന്ന രാഷ്ട്രീയ ലക്ഷ്യം ഇതിനകത്ത് സാധ്യമാകുമോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. തീർച്ചയായും അത് BJPക്ക് അനുകൂലമായി ഹിന്ദു കൺസൾട്ടേഷൻ BJPക്ക് അനുകൂലമായി ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റാത്തവണ്ണം സങ്കീർണമാണ് കേരളത്തിലെ അവസ്ഥ. കാരണം ഇതിന് അതായത് യുവതികൾക്ക്, അതായത് ഈ മെൻസുറൽ പ്രായമുള്ള യുവതികൾക്ക് ശബരിമല 18-ാം പടി ചവിട്ടി ദർശനത്തിന് അവകാശമില്ല എന്ന കാര്യത്തിൽ, അതിന്റെ ആചാരങ്ങൾ തുടരണമെന്ന കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മുന്നണികൾക്കിടയ്ക്കിൽ ഒരു സമവായം ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ. ഒരു കാര്യം കൃത്യമായി കേരളത്തിലെ രാഷ്ട്രീയം രൂപീകരണത്തിൽ നമുക്ക് മനസ്സിലായി. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അതിലൊരു ധ്രുവീകരണം ഉണ്ടാവുകയും അത് തീർച്ചയായും UDFന് അനുകൂലമാവുകയും ചെയ്യുന്നു എന്ന ഒരു വസ്തുത കേരളത്തിൽ നിലനിൽക്കുന്നു. ആ വസ്തുതയെ ഭയപ്പെട്ടുകൊണ്ടാണ് CPIM അതിന്റെ നിലപാടുകളിൽ വെള്ളം ചേർത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രശ്നം BJPക്ക് കിട്ടുമോ എന്നുള്ള, ഇവിടെ ഹിന്ദു വോട്ടിനുള്ള 3 പേരുടെ കടിപിടിയാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയുന്നതിൽ വേറൊന്നും വിചാരിക്കരുത്. കാരണം അത്രയ്ക്ക് പരസ്യമാണ് കേരളത്തിലെ 3 മുന്നണികളും ഹിന്ദു വോട്ടുകൾ ലാക്കാക്കി മാത്രം. അത് വളരെ ദയനീയമാണ്. കേരളത്തെ പോലെ നവോത്ഥാന പാരമ്പര്യമുള്ള ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരോട്ടമുള്ള, എന്താണ് പറയുന്നത്, വിവേകപൂർണമായ ആധുനികമായ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മെൻസുറേഷൻ സമയത്ത് ഒരു സ്ത്രീക്ക് ഒരു ബയോളജിക്കൽ കാര്യമല്ലാതെ യാതൊരു വിലക്കുമില്ല എന്ന് ശാസ്ത്രവും ആധുനിക സമൂഹവും തിരിച്ചറിഞ്ഞ് ഇന്ന് അത്തരത്തിലുള്ള സ്ത്രീകൾ എല്ലായിടങ്ങളിലും യഥേഷ്ടം പ്രവർത്തിക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ അതിനെ ഞാനതിനെ കാണുന്നത് വളരെ പുറക്കോട്ടുള്ള പോക്കാണ്. വാസ്തവത്തിൽ നമ്മൾ എല്ലാവരും പറയുന്നു RSS മനുസ്മൃതിയാണ്, BJP മനുസ്മൃതിയാണെന്നൊക്കെ പറയുമ്പോൾ ഈ ആചാരത്തെ അതുപോലെ നിലനിർത്തണമെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലനിൽക്കുന്ന UDFും LDFും ചെയ്യുന്നത് രാജ്യത്തെയും നമ്മുടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും പുറകോട്ട് കൊണ്ടുപോവുകയാണ്. അത് നമ്മള് ആധുനിക വിദ്യാഭ്യാസമുള്ള ഒരു മലയാളം. ഇന്ന് BJP ഒരുക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ കെണി ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ടുള്ള അതിന്റെ സ്വാഭാവികം മാത്രമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് കേരളത്തിനെ താങ്കൾ പറയുന്ന പോലെ ഇതിനൊക്കെ അപ്പുറം ഒരു മതനിരപേക്ഷത സാമൂഹ്യ മനസ്സുണ്ട്. അവർക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ഇല്ലേ സർ ഇത്? അതെങ്ങനെ ഈ കേരളത്തിന്റെ മലയാളിയുടെ മതനിരപേക്ഷത മനസ്സിനെ എങ്ങനെ ബാധിക്കും എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്. തീർച്ചയായും അതാണ് ഇത് ധർമ്മസങ്കടം ആധുനിക മലയാളിക്കാണ്, അല്ലാതെ CPMനല്ല. ഇടതുപക്ഷ തെരഞ്ഞെടുപ്പിൽ വോട്ടിന് വേണ്ടി, ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി മത്സരിക്കുന്ന മുഖ്യധാരാ മുന്നണികൾക്കല്ല ധർമ്മസങ്കടം നവോത്ഥാന പ്രസ്ഥാനവും സ്വാതന്ത്ര്യ സമരവും ലിംഗനീതിക്ക് വേണ്ടിയുള്ള ആവശ്യവും ഉന്നയിച്ച 2025 ആധുനിക മലയാളിക്കാണ് യഥാർത്ഥമായി ഇതൊരു യഥാർത്ഥ പ്രശ്നം. അതിൽ അത്തരത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷവും ഇന്ന് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനകത്തുള്ള ഇത്തരം നവോത്ഥാന പാരമ്പര്യം പിൻപറ്റുന്ന, ശാസ്ത്രത്തിലും ആധുനികതയിലും വിശ്വസിക്കുന്ന ഒരു വലിയ
വിഭാഗം ആളുകൾ ഇന്ന് CPM-ലുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിങ്ങൾ ഉദ്ദേശിച്ച് നോക്കൂ. അങ്ങനെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെ ഒരു സംഘടനയ്ക്ക് എന്താ പറയുന്നത്, ഈ പറയുന്ന പോലെ മെൻസുറേഷൻ പീരീഡിലെ സ്ത്രീകൾക്ക് എവിടെയെങ്കിലും കടക്കാൻ പാടില്ല എന്നൊരു നിലപാടിനെ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും? എങ്ങനെ ശാസ്ത്രബോധമുള്ള ഒരു വ്യക്തിക്ക്, ശാസ്ത്രബോധമുള്ളവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ, അല്ലാതെ മാർക്സിസത്തിലേക്ക് വരുന്നത് ശാസ്ത്രബോധത്തിൽ നിന്നാണ്. മാർക്സിസം ഒരു ശാസ്ത്രമാണെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷം പൊതുവെ വിശ്വസിക്കുന്നത്. അങ്ങനെ ശാസ്ത്രത്തെ നിരസിക്കുന്ന, ആധുനികതയെ നിരസിക്കുന്ന, സ്ത്രീകളുടെ ലിംഗസമത്വത്തെ നിഷേധിക്കുന്ന ആചാരങ്ങൾ, അതാണ് ആചാരം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും തമാശ. താങ്കൾ ഇന്നലെ ഇവിടുത്തെ കേരളത്തിലെ ചർച്ചയിൽ SNDPയുടെ അധ്യക്ഷൻ പറയാണ് ദുരാചാരങ്ങളെ നമ്മൾ നീക്കണം. അതാണല്ലോ ഗുരു ആവശ്യപ്പെട്ടത്. ഗുരു പറഞ്ഞത് ഏത് ആചാരവും വർഷങ്ങൾക്ക് ശേഷം ദുരാചാരമായി മാറും. ഇതാണ് അയ്യപ്പനും സഹോദരൻ അയ്യപ്പനും ഗുരുവും കുമാരനാശാനും പറഞ്ഞത്. എല്ലാ ആചാരങ്ങൾക്കും കാലക്രമേണ ദുരാചാരമായി മാറും. അതുകൊണ്ട് ആചാരങ്ങളല്ല വേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് SNDP. ആ SND പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ പറയുകയാണ് ദുരാചാരങ്ങൾ മാറ്റേണ്ടതുണ്ട്, പക്ഷെ ഈ ആചാരം നിലനിൽക്കണം. ഇത് എത്ര പരസ്പര വിരുദ്ധവും കാപട്യവുമാണ്. ഇത് കാണിക്കുന്നത് ശ്രീ SNDPയുടെ ഈ അധ്യക്ഷൻ, ഞാൻ അവസാനമായി പങ്കെടുത്ത ഒരു പൊതുപ്രതിഷേധം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് നവോത്ഥാനത്തിന് വേണ്ടി, ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഈ ആദ്യത്തെ വിധി വന്നതിന് ശേഷമുള്ള ഒരു കൈകോർത്തുള്ള കേരളത്തിൽ SNDPയും CPM-ഉം സഹകരിച്ച് നടത്തിയ ഒരു ചങ്ങലയാണ്. ഇപ്പോഴും കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ പുറത്ത് വെയിലുകൊണ്ട് CPM-നോടൊപ്പം പങ്കെടുത്ത, ഞാൻ സ്വയം പങ്കെടുത്ത, എൻ്റെ ശാസ്ത്രബോധം കൊണ്ടും എൻ്റെ രാഷ്ട്രീയം കൊണ്ടും ഞാൻ സ്വയം പങ്കെടുക്കണമെന്ന് വെച്ച് പങ്കെടുത്തത് ഈ പറയുന്ന മനുഷ്യ ചങ്ങലയിലായിരുന്നു. അതായത് ആരെ ഈ പറയുന്ന ഈ ഇഷ്യൂ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സങ്കടം അല്ലെങ്കിൽ ധർമ്മസങ്കടം ഉണ്ടാക്കുന്നത് മലയാളിയുടെ മതനിരപേക്ഷത, ശാസ്ത്ര മനസ്സുള്ള ആൾക്കാരെയാണ്. അല്ലാതെ പൊളിറ്റിക്കൽ പാർട്ടീസിനല്ല. അവർ അവസരവാദപരമായ ഇലക്ഷന് ജയിക്കാൻ വേണ്ട സ്റ്റാൻഡുകൾ എടുക്കും. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മുഖം പോകുന്നത് CPM-നായിരിക്കും. കാരണം അവരുടെ ആദ്യ ഘട്ടത്തിലെ ഇതിനുള്ള ഷാർപ്പായിട്ടുള്ള റെസ്പോൺസ്, അതിന്റെ അതാണ് ഇപ്പോൾ ചെറിയ ഒരു വാക്കുകൂടി ഞാൻ ഇവിടെ പറയാൻ അനുവദിക്കണം. പ്രായോഗികതാവാദം. ഇതാണ് കേരളത്തിലെ ഭരണ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ മുഖമുദ്ര. അത് ഈ കാര്യത്തിൽ, ശാസ്ത്രാവബോധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവിലുള്ള എല്ലാ രാഷ്ട്രീയ സമീപനങ്ങളെയും, അത് ഗോവിന്ദൻ മാഷ് ഈ അടുത്ത് തന്നെ പറഞ്ഞു, BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ മാർക്സിസ്റ്റ് നിലപാടുകൾ നടപ്പിലാക്കാൻ കഴിയുകയില്ല. അത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ പ്രായോഗികതാവാദം ഒരു നയമായി കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീട് BJP ഭരണവും CPM ഭരണവും അല്ലെങ്കിൽ UDF ഭരണവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് കേരളം ഒരു ബദലാണെങ്കിൽ, BJPക്ക് ഒരു ബദലാണെങ്കിൽ, ഇന്ന് കോൺഗ്രസിനും ബദലാണെങ്കിൽ, അതുമാണല്ലോ CPM കോൺഗ്രസ് വിരുദ്ധവുമാണല്ലോ. ഇതിന് ബദലാവണമെങ്കിൽ അതിന് ഇടതുപക്ഷ നയങ്ങൾ ഉന്നയിച്ചു അത് നടത്തിപ്പാക്കിക്കൊണ്ട് മാത്രമല്ലേ സാധിക്കുകയുള്ളൂ. അല്ലാതെ പ്രായോഗികതയുടെ പേരിൽ എല്ലാ നയങ്ങളിലും വെള്ളം ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ബദലാവാൻ കഴിയുക? ഇത് ഇന്നലെ അമർത്യ സെൻ അത് സൂചിപ്പിച്ചു. കേരളത്തിലെ പ്ലാനിംഗ് കമ്മീഷന്റെ വിഷൻ 31 സെറ്റ് അദ്ദേഹം പറഞ്ഞു, കേരളം സെക്കുലറിസത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ സമരത്തിൽ ഒരു മാതൃകയായിക്കൊണ്ടാണ് അതിന് കേരള മാതൃക വികസിപ്പിക്കേണ്ടത്. അതാണ് കൃത്യമായ രാഷ്ട്രീയം. ഇന്ന് കേരളത്തിന്റെ പങ്ക് ശാസ്ത്രാവബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള മതനിരപേക്ഷത, ഭരണഘടനയിൽ അധിഷ്ഠിതമായ ഭരണഘടന, ലിംഗനീതിയിലും സാമൂഹ്യ നീതിയിലും ഒരു ബദലായി ഇന്ത്യയുടെ ജനതയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ഇതാണ് യഥാർത്ഥ ഒരു ഇടതുപക്ഷത്തിന്റെ ചുമതല. ആ ചുമതലയിൽ ഐഡിയലാണ്. അതാണ് അതേ താങ്കളും നമ്മളും ഒക്കെ അതിൽ ശ്രീ അമർത്യ സെന്നുമായിട്ട് എഗ്രി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ ധർമ്മ സങ്കടമുള്ളത് ഇന്നത്തെ സിറ്റുവേഷൻ കണ്ടിട്ട്. അത്
ഈ ധർമ്മസങ്കടം നമ്മളുടെ മതനിരപേക്ഷത അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ഉള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ നിർത്തുന്നു. അടുത്ത ഒരു വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നു.